ഹായ്, എന്റെ ഉത്തരാഖണ്ഡ് യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുസോറിയിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. ഇന്നലെ ഋഷികേശ് കണ്ടതിന് ശേഷം ഡെറാഡൂണിലാണ് താമസിച്ചത്. മുസോറിയിലേക്ക് വലിയ വാഹനങ്ങളൊന്നും കടത്തിവിടാത്തതിനാൽ ടെമ്പോ ട്രാവലറിലാണ് യാത്ര. മുസോറിയിൽ നിന്നും ഇന്ന് തന്നെ തിരിച്ചു വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ നഗരത്തിനടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് മുസൂറി. സംസ്ഥാന തലസ്ഥാനമായ ഡെറാഡൂണിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയാണിത്. ഗഡ്വാൾ ഹിമാലയൻ പർവ്വതനിരകളുടെ താഴ്വരയിൽ 2005 മീറ്റർ ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ. വടക്ക് കിഴക്ക് ഹിമാലയൻ മഞ്ഞുമല നിരകളും തെക്ക് ഡൂൺ താഴ്വരയും ശിവാലിക് പർവ്വതനിരകളുമുണ്ട്. കുന്നുകളുടെ രാജ്ഞി എന്നാണ് മസൂറി അറിയപ്പെടുന്നത്. 1803 ഉമർ സിംഗ് താപ്പയുടെ കീഴിൽ ഗൂർഖകൾ ഗഡ്വാളും ഡെഹ്റയും കീഴടക്കി മുസൂറി സ്ഥാപിക്കപ്പെട്ടു. 1814 ഗൂർഖകളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഡെറാഡൂണും മുസൂറിയും ഒഴിപ്പിച്ച് സഹരൻപൂർ ജില്ലയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 1825 ഡൂണിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന ക്യാപ്റ്റൻ ഫ്രെഡറിക് യങ് എന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് മുസൂറി ബ്രിട്ടീഷുകാരുടെ ഒരു വേനൽക്കാല റിസോർട്ടായി സ്ഥാപിച്ചത്. ഗഡ്വാൾ ഹിമാലയൻ മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മസൂറി മഞ്ഞുമുടി ഹിമാലയത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന മനോഹരമായ സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. വർഷം മുഴുവനും സുഖകരമായ കാലാവസ്ഥയ്ക്ക് പേരുകേട്ട മസൂറി തണുത്ത വേനൽക്കാലവും തണുപ്പുള്ള ശൈത്യകാലവും നൽകുന്നു. വുഡ്സ്റ്റോക്ക് സ്കൂൾ, ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയ പ്രശസ്തമായ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മസൂറിയിലുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കുള്ള പ്രധാന പരിശീലന സ്ഥാപനമായ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മുസോറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗോത്രി, യമുനോത്രി തീർത്ഥാടക കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു കവാടം കൂടിയാണ് മുസൂറി. മുസൂറി നഗരത്തിൽ എത്തുന്നതിന് ഏകദേശം 7 കിലോമീറ്റർ പുറകിലായി സ്ഥിതി ചെയ്യുന്ന ഭട്ട വെള്ളച്ചാട്ടം അടുത്തയിടെ വികസിപ്പിച്ച ഒരു പിക്നിക് സ്ഥലമാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ കുറച്ചുനേരം ചിലവഴിച്ചു. മുകളിൽ നിന്നും ഒരു റോപ്പ് വേയിൽ വേണം ഭട്ട വെള്ളച്ചാട്ടത്തിലേക്കും അത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലേക്കും പോകുവാൻ. മുസൂറിയിലെ ഇടുങ്ങിയതും വളവുകളുള്ളതുമായ റോഡുകളിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടുതലുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്, കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. ഞാനിവിടെ ഒരു ദിവസം മാത്രം ചിലവഴിക്കുന്നതിനാൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന 3 സ്ഥലങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെംപ്റ്റി വെള്ളച്ചാട്ടം മുസൂറിയിലെ ഏറ്റവും പഴക്കം ചെന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ്. 1835 ബ്രിട്ടീഷുകാർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി കെംപ്റ്റി വെള്ളച്ചാട്ടം വികസിപ്പിച്ചെടുത്തു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചായ സൽക്കാരത്തിന് പ്രസിദ്ധമായിരുന്ന സ്ഥലം ക്യാമ്പ് ടീ എന്നതിൽ നിന്നാണ് കെംപ്റ്റി എന്ന പേര് ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കെംപ്റ്റി ഫാൾസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും വിനോദത്തിനും ആസ്വാദനത്തിനുമുള്ള ഒരു മികച്ച സ്ഥലമാണ്. മുകളിലുള്ള ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് വർഷം മുഴുവനും ഒഴുകുന്ന ഈ നീരൊഴുക്ക് 4500 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു. താഴേക്കുള്ള വീഴ്ചയിൽ 5 തട്ടുകളായി പിളർന്നാണ് ഇത് ഏറ്റവും അടിയിൽ എത്തിച്ചേരുന്നത്. ഓരോ തട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങാനും നീന്താനും ഒക്കെ സൗകര്യമുണ്ട്. ശുദ്ധവും തണുത്തവുമായ വെള്ളം വിനോദസഞ്ചാരികളെ അവിടെ നീന്താനും കളിക്കാനും ഒക്കെ ആകർഷിക്കുന്നു. സുവനീറുകൾ വിൽക്കുന്ന ചെറിയ കടകൾ, റെസ്റ്റോറന്റുകൾ, നീന്തൽ സാധനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കടകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഇടുങ്ങിയ പാതയിലൂടെ വെള്ളച്ചാട്ടത്തിലെത്താൻ ധാരാളം പടികൾ ഇറങ്ങണം. പ്രകൃതി സ്നേഹികളുടെ സന്തോഷത്തിനായി ചുറ്റുപാടുകളിലേക്കും ജലാശയങ്ങളിലേക്കും അതിശയകരമായ കാഴ്ച പ്രദാനം ചെയ്യുന്ന ഒരു റോപ്പ് വേ സംവിധാനം ഇവിടെയുണ്ട്. പക്ഷേ റോപ്പ് വേ ടിക്കറ്റിന്റെ നിരക്ക് സീസണിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ ആൾക്കൂട്ടം ഒരു വലിയ പ്രശ്നമാണ്. പടികൾ മുഴുവൻ ഇറങ്ങി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുമ്പോൾ മിക്കപ്പോഴും തടാകം മുഴുവൻ തിങ്ങി നിറഞ്ഞതായിരിക്കും. ഗ്രൂപ്പുകളായി വരുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ശബ്ദവും അട്ടഹാസങ്ങളും മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് പലപ്പോഴും ഇവർ ഓർക്കാറില്ല. പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിലുള്ള ഉപേക്ഷയും മോശം അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളാണ്.
മുസൂറിയിലെ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനി ഗാർഡൻ പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ മടിത്തട്ടിൽ മുഴുകാൻ വർഷം മുഴുവനും സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു മുനിസിപ്പൽ ഗാർഡനാണ്. പട്ടണത്തിന്റെ പ്രധാന കേന്ദ്രമായ മോൾ റോഡിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ പൂന്തോട്ടം ഒരു ഫാമിലി ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ്. വൈവിധ്യമാർന്ന മനോഹരമായ പൂക്കളും ഒരു അമ്യൂസ്മെന്റ് പാർക്കും ഇവിടെയുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഡോക്ടർ എച്ച് ഫാക്ടർ ആണ് കമ്പനി ഗാർഡൻ നിർമ്മിച്ചത്. വിവിധ സർക്കാർ വകുപ്പുകൾക്ക് ചെടികൾ വിതരണം ചെയ്യുന്ന ഒരു നഴ്സറി ആയിരുന്നു ഇത്. പിന്നീട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് മസൂറി ഇത് ഒരു പൊതു ഉദ്യാനമാക്കി മാറ്റി. അക്കാലത്ത് ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിലാണ് ഈ ഗാർഡൻ അറിയപ്പെടുന്നത്. മസൂറിയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കമ്പനി ഗാർഡൻ. വളരെ നന്നായി പരിപാലിക്കുന്ന ഒരു മുനിസിപ്പൽ ഗാർഡനാണിത്. കമ്പനി ഗാർഡനിൽ ഒരു ചെറിയ കൃത്രിമ വെള്ളച്ചാട്ടമുള്ള ഒരു മിനി തടാകം അതിന്റെ ഭംഗി കൂട്ടുന്നു. ഇവിടെ ചെലവഴിക്കുന്ന സമയം കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി ഒരു ഗെയിം സോൺ, ഹൗസ് ഓഫ് ഹൊറർ, മെഴുകി മ്യൂസിയം എന്നിവയും ഇവിടെയുണ്ട്. ഊഷ്മളമായ സസ്യജാലങ്ങളും നന്നായി അലങ്കരിച്ച പുൽത്തകടികളും വിനോദ പ്രവർത്തനങ്ങളുടെ ഒരു നിരയുമുള്ള കമ്പനി ഗാർഡൻ ശാന്തതയും വിനോദവും ആഗ്രഹിക്കുന്നവർക്ക് തിരക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലമാണ്. മുസൂറിയുടെ സ്ഥിരാകേന്ദ്രമായ മാൾ റോഡിലൂടെ നടക്കുന്നത് ആകർഷകവും ഊർജ്ജസ്വലവുമായ ഒരു ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുക. ചൂടോടെ വറുത്തെടുക്കുന്ന തെരുവ് ഭക്ഷണങ്ങളുടെ ഗന്ധവും സഞ്ചാരികളുടെ കലപില ശബ്ദവും കൊണ്ട് നിറഞ്ഞ ഈ തെരുവിലാണ് മുസൂറിയുടെ ജീവിതം ശരിക്കും കാണാൻ കഴിയുക. കടകൾ, കഫേകൾ, റെസ്റ്റോറന്റുകൾ, വസ്ത്രങ്ങളും സുവനീറുകളും വിൽക്കുന്ന കച്ചവടക്കാർ എന്നിവരാൽ നിരനിരയായി കിടക്കുന്ന റോഡ് തന്നെ മനോഹരമാണ്. ഗാംഭീര്യമുള്ള ഹിമാലയത്തിന്റെ പശ്ചാത്തലത നിറഞ്ഞ കൊളോണിയൽ കാലഘട്ടത്തിലെ വാസ്തുവിദ്യ ഒരു പഴയ ലോകത്തിന്റെ ചാരുത ചേർക്കുന്നു. മാൾ റോഡിൽ കൂടിയുള്ള ഒരു നടത്തമില്ലാത്ത മസൂറി യാത്ര പൂർണ്ണമല്ലെന്ന് തന്നെ പറയാം. മോൾ റോഡിന്റെ ഹൃദയമായ ഗാന്ധി ചൗക്ക് ആളുകൾക്ക് കഥകൾ പങ്കിടാനും സൗഹൃദം പുതുക്കാനുമുള്ള ഇടമാണ്. പരമ്പരാഗത കരകൗശല വസ്തുക്കൾ, സുവനീറുകൾ, കമ്പിളികൾ, അതിമനോഹരമായ പ്രാദേശിക ആഭരണങ്ങൾ എന്നിവ വിൽക്കുന്ന കടകൾ ധാരാളം ഇവിടെയുണ്ട്. ചൂടുള്ള മോമോകളുടെയും പ്രാദേശിക പലഹാരങ്ങളുടെയും സുഗന്ധം നിങ്ങളെ ഒരു ഗ്യാസ്ട്രോണമിക് സാഹസികതയിൽ മുഴുകാൻ പ്രലോഭിപ്പിക്കും. മോൾ റോഡിന്റെ അവസാനത്തിൽ സഞ്ചാരികൾ തേടി നടക്കുന്ന ഒരു ബുക്ക് സ്റ്റോളായ കേംബ്രിഡ്ജ് ബുക്ക് ഡിപ്പോയ്ക്ക് ഒരു വിദേശിയായി ജനിച്ച് ഇന്ത്യക്കാരനായി ജീവിക്കുന്ന പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരനായ റസ്കിൻ ബോണ്ടിന്റെ കഥകൾ ധാരാളം പറയാനുണ്ട്. മസൂറിക്കടുത്തുള്ള ഒരു ചെറിയ കന്റോൺമെന്റ് പട്ടണമായ ലിൻഡോറിലെ ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഈ കുന്നിൻ പട്ടണത്തെ അദ്ദേഹം തന്റെ വീടെന്ന് വിളിക്കുകയും അതിന്റെ ശാന്തമായ സൗന്ദര്യം, മൂടൽമഞ്ഞ് നിറഞ്ഞ കുന്നുകൾ, ഇവിടുത്തെ ആളുകളുടെ മനോഹാരിത എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പിറവിയെടുത്ത ബോണ്ടിന്റെ രചനകൾ പലപ്പോഴും മസൂറിയുമായുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ബോണ്ടിന്റെ ആദ്യകാലങ്ങളിൽ മണിക്കൂറുകളോളം വായിക്കുവാനും പുതിയ എഴുത്തുകാരെ കണ്ടെത്താനും സാഹിത്യത്തോടുള്ള സ്നേഹം വളർത്തിയെടുക്കാനും അദ്ദേഹം ചെലവഴിച്ച സ്ഥലമായിരുന്നു ഇത്. ഇന്ന് ഈ ബുക്ക് സ്റ്റോളിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും ശേഖരമുണ്ട്. കോവിഡിന് മുമ്പ് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ സ്റ്റോൾ സന്ദർശിക്കുകയും വായനക്കാർക്കൊപ്പം കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കുകയും പുസ്തകങ്ങളിൽ ഓട്ടോഗ്രാഫ് നൽകുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി വായനക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മോൾ റോഡ് ഷോപ്പിംഗും ഭക്ഷണവും മാത്രമല്ല, വിശ്രമവേളയിൽ നടക്കാൻ പറ്റിയ ഇടം കൂടിയാണിത്. ഡൂൺ താഴ്വരയുടെയും ഹിമാലയൻ കൊടുമുടികളുടെയും മനോഹരമായ കാഴ്ചകൾ സന്ധ്യാസമയങ്ങളിൽ ഈ തെരുവിനെ കൂടുതൽ സുന്ദരിയാക്കുന്നു. മസൂറിയിൽ ഇനിയും ധാരാളം കാഴ്ചകളുണ്ട്. ചെറിയൊരു സന്ദർശനമായതിനാൽ അവയെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും മസൂറിയെ പറ്റിയുള്ള വിശദമായൊരു വീഡിയോ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു.